അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും, ഓ നീ പറയണ എന്താ പണിക്ക് പോകാണ്ട് വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്, വീട്ടിൽ കയറി കണ്ണാടി മുമ്പിൽ എനിക്ക് ഓക്കെ എല്ലാം എൻ്റെ അടുത്ത് ആഗീരണം ചെയ്യും. അപ്പൊ എൻ്റെ അടുത്ത് വരും, നോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി വിത്ത് ചീജ. കംഫോർട്ട് സോൺ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നല്ല വെയിലടിച്ചിരിക്കുമ്പോൾ AC ഉപയോഗിക്കാൻ എപ്പോഴും പറ്റുക, എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയ്യായ്ക തോന്നുമ്പോഴത്തേനും എന്താ ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ ഒരു ദിവസം പണിക്ക് പോകണ്ട എന്ന് വിചാരിക്കുമ്പോഴും മനസ്സിനൊരു ആശ്വാസമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണിനെ പറ്റിയിട്ടല്ല ഞാനിപ്പോൾ പറയുന്നത്. ദ കംഫർട്ട് സോൺ ആർ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ ലൈഫിലെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതെന്ന് പറയുന്നത് എല്ലാവരും ഒരു ഹാപ്പി ലൈഫാണ്. പക്ഷേ ഈ ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി ലൈഫ് അല്ല നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, റൈറ്റ്? ഇപ്പോൾ ചിലർക്ക് ഒരു കുഞ്ഞു വീടും ഒരു ചെറിയൊരു എനിക്ക് എന്താ സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടായാൽ മതി. ചിലർക്ക് എനിക്കൊരു സർക്കാർ ജോലി ഉണ്ടായിരിക്കണം, ചിലർക്ക് എന്താ എനിക്ക് എവറസ്റ്റ് കീഴടക്കണം. അങ്ങനെ പല പല ആഗ്രഹങ്ങളാണ്. ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളുടെ ചുറ്റുമുണ്ട്, നമ്മുടെ കൈവട്ടത്തുണ്ട്. നമ്മൾ നോക്കി കാണുന്നു ആ ഒരു കാര്യം, ആ ഒരു വിഷൻ എല്ലായിടത്തും യെസ് മെയ്ഡ് ഇറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ദാറ്റ് മേക്ക് us കംഫർട്ടബിൾ. നമ്മളെല്ലാവരും ഈ കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ പണിയെടുക്കുമല്ലേ, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും മണി എന്ന് പറയുന്നത് വലിയൊരു മാറ്ററാണ്. വീട് വേണമെങ്കിലും, ബസ് വേണമെങ്കിലും, കാറ് വേണമെങ്കിലും, ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിലും, ഈവൻ എന്ത് പറയുന്നു നമ്മുടെ പാർട്ട്ണറിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പൈസ വേണം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, മേ ബി നമ്മൾ ബിസിനസ് ചെയ്യും, ഇല്ലെങ്കിൽ ജോലി ചെയ്യും. മാജോറിറ്റി ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ജോബ്. ഓക്കെ, നമ്മൾ സാധാരണക്കാരെല്ലാവരും ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജോലി തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ഇപ്പോൾ 9 മണി മുതൽ 6 മണി വരെ, ഇല്ലെങ്കിൽ 8 മണി മുതൽ 5 മണി വരെ, വാട്ടെവർ പോകുന്നു, കാശ് മേടിക്കുന്നു, നെക്സ്റ്റ് മന്ത് പോകുന്നു, വീണ്ടും കാശ് മേടിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഒരു അൺകംഫർട്ടബിൾ സോണിൽ ഇരുന്ന് കൊണ്ടിട്ടാണ് ചെയ്യുന്നെങ്കിലോ, നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ജോലി, അത് വീട്ടിലെ കാര്യമായിക്കോട്ടെ, ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, വാട്ട് എവർ വി ആർ ഡൂയിങ്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾക്ക് മാനസികമായും ശാരീരികമായും അതൊരു വിമ്മിഷ്ടം തരുന്നു, ഒരു ബുദ്ധിമുട്ട് തരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു അൺകംഫർട്ടബിൾ സോണായിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മൾ എത്ര നമ്മുടെ ലൈഫിനെ സെറ്റാക്കാൻ നോക്കിയാലും, നമ്മുടെ കംഫർട്ട് സോൺ കണ്ടുപിടിക്കാൻ നോക്കിയാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വാസ്തവം എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ്, ഇല്ലെങ്കിൽ ആരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഏത് എനർജിയുമായിട്ടാണോ സമ്പർക്കം പുലർത്തുന്നത്, ആ എനർജി ആയിരിക്കും നമ്മൾ കൂടുതൽ ആഗിരണം ചെയ്യുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അങ്ങനെ ഒരു കഴിവുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കാണ് യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ ബ്യൂട്ടിഫുൾ. നമ്മൾ പറയാറില്ലേ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയിട്ട് നമ്മളെ തന്നെ പ്രൈസ് ചെയ്യുക, യു ബ്യൂട്ടിഫുൾ, എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടിട്ടാണ്? നമ്മുടെ ബോഡി നടക്കുന്നുണ്ടോ, ഇപ്പൊ നമ്മുടെ കൈവശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി അത് നമ്മളെ അട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു അൺകംഫർട്ടബിൾ സോണിൽ ഇരുന്നിട്ട് നമ്മുടെ കംഫർട്ട് ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക? ഇറ്റ്സ് നെവർ ഗോണ ഹാപ്പൻ. പ്രത്യേകിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജോലി സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം നാളെ ജോലി സ്ഥലത്ത് നിന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഓക്കെ, ഈ കാശ് ഇനി ഈ കാശ് ഇത്ര കുറവാണല്ലോ. നമ്മൾ അപ്പോഴും നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ ഡിസയറിലേക്ക് വേണ്ടിയിട്ടല്ല തിങ്ക് ചെയ്യുന്നത്. വി ആർ തിങ്കിങ് അബൌട്ട് അടുത്ത മാസത്തെ ചിലവ്, അടുത്ത മാസം എനിക്ക് ആ കാര്യം ചെയ്തു തീർക്കാറുണ്ട്, എനിക്ക് ഈ കാര്യം ചെയ്തു തീർക്കാറുണ്ട്. നമ്മുടെ ഡിസയർ എവിടെ? നമ്മുടെ കംഫർട്ട് സോണിന് വേണ്ടിയിട്ടുള്ള വേ എവിടെ? ഇത് ഞാൻ ഈ പറയുന്നതിനർത്ഥം, അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും, ഓ നീ പറയണ എന്താ പണിക്ക് പോകാണ്ട് വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്, വീട്ടിൽ കയറി കണ്ണാടി മുമ്പിൽ എനിക്ക് ഓക്കെ എല്ലാം എൻ്റെ അടുത്ത് ആഗീരണം ചെയ്യും. അപ്പൊ എൻ്റെ അടുത്ത് വരും, നോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതില് പറയുന്ന പലരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. സി, അൺകംഫർട്ട് സോണിൽ നിൽക്കുക എന്ന് പറയുന്നതിനർത്ഥം നിങ്ങൾ പണിയെടുക്കാൻ പോകരുതെന്നോ, ഇല്ലെങ്കിൽ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കണ്ണാടി മുമ്പിൽ ഇരുന്നിട്ട് പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയെന്നല്ല. നിങ്ങളൊരു തൂമ്പ എടുത്ത് കിളയ്ക്കുമ്പോഴും
ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിലൊരു സ്പാർക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ യെസ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നേടും എന്ന് നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വഴിയിൽ പോകുന്ന ആൾക്കാർക്ക് തോന്നും, അവനെന്താ ഈ ചെയ്യുന്നത്, അവൾ എന്താ ചെയ്യുന്നത്, അയ്യോ അവർക്ക് കൂലിപ്പണിയാ, പക്ഷെ അവൻ ഇങ്ങനെയാ, അവൾക്ക് ഇങ്ങനെയാ, അവൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുന്നു. മറ്റുള്ളവർക്ക് പലതും തോന്നും. ബട്ട് യു നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി, നിങ്ങൾ തീരുമാനിച്ച സമയം, നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കും. അത് കിട്ടിയോ, ഐ പ്രോമിസ് യു, നിങ്ങൾ നിങ്ങളുടെ ഡിസൈറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പ്രത്യേകിച്ച് മലയാളീസിന്റെ നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുകയാണെങ്കിലും, പ്രത്യേകിച്ച് ഐ എം 90 കിഡാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഫാമിലി എന്നുള്ളൊരു ഭയങ്കര ഒരു കൺസേൺ ഉണ്ട്. ഇമോഷണലി വി ആർ അറ്റാച്ച്ഡ് ഭയങ്കരമായിട്ട്. അപ്പൊ എപ്പോഴൊക്കെയോ നമ്മൾ ആഗ്രഹിക്കാൻ ഇല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ അച്ഛൻ പറയുന്ന, മക്കളെ നീ ഡോക്ടർ ആവാനായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അവർക്കൊരു ഫോട്ടോഗ്രാഫർ ആവാനായിരിക്കും. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈറിൽ എത്തണമെങ്കിൽ, ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഡോക്ടറായി കഴിഞ്ഞ് നിങ്ങൾ കാശ് ഉണ്ടാക്കില്ലെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടില്ലെന്നോ അല്ല പറയുന്നത്. പക്ഷേ ആ ജീവിച്ചതിൽ ഒരു അർത്ഥം വരുന്നത് എപ്പോഴാണ്, നമ്മൾ ആഗ്രഹിച്ച ഡിസൈർ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കംഫർട്ടബിൾ ലൈഫ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ജീവിച്ചു, നമ്മൾ നേടി എന്നൊരു പൂർണ്ണ നമുക്ക് എത്തുള്ളൂ. അത് ശരിയാവും തോന്നില്ല, അഭിപ്രായങ്ങൾ പറയുന്ന ഒത്തിരി ആൾക്കാർ വരും ഇല്ലേ. നമ്മൾ ഒത്തിരി ഒരുപാട് ആഗ്രഹിച്ച് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിരിക്കുമ്പോഴേക്കും അയ്യോ അത് ചെയ്യരുത് കേട്ടോ, അത് ഓക്കെ ആവുന്നൊരു കാര്യമല്ല എന്ന്. എത്ര പേര് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്ത് എന്തെങ്കിലും അത് സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ചെയ്താൽ അത് നടക്കില്ല എന്നാണോ? നോ. സോ അഡ്വൈസ് കേൾക്കുന്നത് മാറ്റി നിർത്തുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ കംപ്ലീറ്റ്ലി ഫോക്കസ് കൊടുത്തിട്ട് ആ സ്പാർക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇഫ് യു ഹാവ് ദാറ്റ് സ്പാർക്ക്, നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് നോക്കിക്കാണുന്ന ലൈഫിന്റെ സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിടരുത്. ഡു ഇറ്റ് ആൻഡ് നേടിയെടുക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ ജയിച്ചു നിൽക്കുക. That is the most important thing in your life. So this is the time to wind up. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ടു സപ്പോർട്ട് മീ. എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എങ്കിൽ ചാനലിൽ കയറി കാണുക. ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ടോ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്, അതോ ഇപ്പോഴും ഇഷ്ടമല്ലാത്ത ജോലിയുടെ പുറകെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുക. Till then, bye from GJ. Bye.